അമേരിക്കയും ഇറാനും വീണ്ടും അതിശക്തമായ യുദ്ധത്തിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി അമേരിക്കയുടെ അപ്പാച്ചി എന്നറിയപ്പെടുന്ന വളരെ തന്ത്രപ്രധാനമായ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ ഇറാൻ തകർത്തിരുന്നു. ഈ ഹെലികോപ്റ്ററിൽ 3 ജീവനക്കാരുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. എങ്കിൽ പോലും അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ളത്. ഇറാന്റെ സിർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപിന്റെ ജലസംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ കൂടെ ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് മിനിറ്റുകൾക്കകം, ഏതാനും നിമിഷങ്ങൾക്കകം അമേരിക്കക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടി വരാൻ പോകുന്നു എന്നാണ് IRGC പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി 100 കണക്കിന് ഡ്രോണുകൾ ഇപ്പോൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വീഡിയോകളും പുറത്തു വരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് ഇറാൻ അമേരിക്കയുടെ ഹെലികോപ്റ്റർ തകർത്തത്? കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് അതിന് പിന്നിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് അമേരിക്കയെ ഇറാൻ പ്രകോപിപ്പിച്ചത്? കാരണം ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ, കാരണം ഇസ്രയേലിൽ ഇറാന് ടാർഗറ്റ് ചെയ്യാൻ കൂടുതൽ കേന്ദ്രങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയുടെ സംവിധാനങ്ങൾ കെട്ടുകെട്ടിക്കണം. അതാണ് ഇറാന് എപ്പോഴും പ്രതികൂലമായി വരുന്നത്. ബഹ്റൈൻ, കുവൈത്ത്, UAE, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾ, ഈ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സംവിധാനങ്ങൾ തകർത്താൽ മാത്രമേ, അവരുടെ സൈനികർക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയാൽ മാത്രമേ അവിടെ നിന്ന് പിൻവലിയുന്ന സാഹചര്യം ഉണ്ടാകൂ. ഇത് ഇറാന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. കാരണം ഇറാന് ചുറ്റും അമേരിക്കൻ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം മുന്നോട്ട് പോയാലും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് മാറ്റം വരുത്തണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അതിന് അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഇറാന് അത്തരം ഒരു തിരിച്ചടി നടത്താൻ കഴിയുകയുള്ളൂ. ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് ആ രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള പ്രകോപനമായിട്ടും അതുപോലെ തന്നെ കാരണമില്ലാത്ത അതിക്രമമായി കണക്കാക്കും. എന്നാൽ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുന്നതോടുകൂടെ അമേരിക്കയുടെ സംവിധാനങ്ങളാണ് ഈ രാഷ്ട്രങ്ങളിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതിനു നേരെ ആ ഒരു ന്യായീകരണത്തോടുകൂടെ ഇറാന് ആക്രമിക്കാൻ സാധിക്കും. അതിന് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ ഇറാനും ഇസ്രയേലും മാത്രം യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഇറാന് സാധിക്കാതെ വരും. അതുകൊണ്ടായിരിക്കണം ഇറാൻ അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിന് മുകളിൽ അമേരിക്കയുടെ ഹെലികോപ്റ്റർ തകർത്തത്. ഇന്ന് ട്രംപിന്റെ ഒരു പ്രസ്താവന വളരെയധികം രസകരമാണ്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. അമേരിക്കയുടെ ഹെലികോപ്റ്റർ തകർത്തത് ഇറാൻ മനഃപൂർവ്വമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്, അത് പഠനം നടത്തി വരികയാണ് എന്നാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ യുദ്ധവിമാനമോ ഹെലികോപ്റ്ററോ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ ആ തിരിച്ചടി നൽകിയതിനു ശേഷം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്രതികരണം മാത്രമാണ്, ഞങ്ങളുടെ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള ഒരു തിരിച്ചടി മാത്രമാണ്, യുദ്ധമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരിക്കലും യുദ്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇറാൻ ഇവിടെ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇറാന് മുന്നിൽ ഈ യുദ്ധം അമേരിക്കയുമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇറാന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുക. എന്തായാലും ഇറാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്കെതിരെ ഒരു ചെറിയ ആക്രമണമാണെങ്കിൽ പോലും തിരിച്ചടിയില്ലാതെ അത് മുന്നോട്ട് പോവുകയില്ല എന്നാണ്. ഇപ്പോൾ അതിശക്തമായ മാരകമായ ആക്രമണം ബഹ്റൈൻ, കുവൈത്ത്, UAE അതുപോലെ അമേരിക്കയുടെ മറ്റു സംവിധാനങ്ങൾ, ഈ ബേസുകളെ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതുപോലെ അമേരിക്കയുടെ സൈനികരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മാരകമായ ആക്രമണം നടത്താൻ ഇറാൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇത് ഔദ്യോഗികമായി തന്നെ ഇറാന്റെ ടെലിവിഷൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്.